വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ ബേർഡ്. അപ്പോൾ ഞാൻ കോട്ടൻ്റെ അജ്രക് മെറ്റീരിയലാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 1.25 മീറ്ററാണ് കേട്ടോ എടുത്തേക്കുന്നത്. മെറ്റീരിയൽ 32 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. 1.25. അപ്പോൾ അതിൽ കൂടുതലുള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ മെറ്റീരിയൽ എടുക്കുക. ഇപ്പോൾ ഷോൾഡർ 14ആണ്, അതിൻ്റെ പകുതി. ചെസ്റ്റ് 32, അതിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടി 34നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ്. വേസ്റ്റ് 24, അതിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടി 4ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ഹിപ്പും 26, രണ്ടും കൂടെ കൂട്ടി 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കുന്നു. ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത് എന്ന് വരുന്നത് 17ആണ്. അപ്പോൾ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടി വേണം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ. അതേപോലെ സ്ലീവ് 13 ഇറക്കം, പിന്നെ ഫ്രണ്ട് നെക്ക് 5.5, ബാക്ക് നെക്ക് 7. അങ്ങനെ തുണി മെയിൻ ക്ലോത്ത് ഞാൻ 4ആയിട്ട് ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ 7 ഷോൾഡർ, അവിടുന്ന് താഴോട്ട് 6.5 കേട്ടോ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ചെസ്റ്റ് വണ്ണം 8.5, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ വേസ്റ്റ് ഞാൻ കൊടുക്കുന്നത് 12ലാണ് കേട്ടോ. വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ 13 13.5 കൊടുക്കാം. ഫുൾ ലെങ്ത്ത് 17, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം, തയ്യൽ തുമ്പ്, അതേപോലെ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം, തയ്യൽ തുമ്പും. ഈ തയ്യൽ തുമ്പുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 1 ഇഞ്ച് ആം ഹോൾ ഇതേപോലെ ചരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കട്ടിങ്. ജസ്റ്റ് നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് നടക്കും കേട്ടോ. പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ശ്രമിച്ച് നോക്കിയാൽ മതി. തുണി ഇതേപോലെ ഞാൻ 4ആയിട്ട് ലൈനിങ് ക്ലോത്ത് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. എൻ്റെ വലതുവശത്തുള്ളതാണ് വെട്ടുള്ള ഭാഗം. അതും കട്ട് ചെയ്ത് മാറ്റുവാണേ. കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് കൊടുക്കുക. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് 4ആയിട്ട് മടക്കിയിട്ടേക്കുന്നു. ഇവിടാണ് വെട്ട് വരുന്ന ഭാഗം. പിന്നെ ലെങ്ത്ത് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് 13ആണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കണം. 14ലാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ താഴ്ഭാഗത്തെ വണ്ണം 4.25 വരും. 2 ഇഞ്ച് തയ്യൽ തുമ്പ്. സ്ലീവ് മുകളിൽ നിന്ന് 3.5 മാർക്ക് കൊടുത്തു. എന്നിട്ട് ആം ഹോളിൻ്റെ പകുതി വരുന്നത് 7ആണ്. 7-1 മാർക്ക് കൊടുത്തു. അതിൻ്റെ പകുതി ഇതേപോലെ ക്രോസിനൊന്ന് വരച്ചെടുത്തു. 1/2 ഇഞ്ച് മുകളിൽ ജസ്റ്റ് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുക. അതേപോലെ താഴെയും കൂടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതും കട്ട് ചെയ്ത് മാറ്റുവാണ് ഞാൻ സ്ലീവ്. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ കട്ടിങ്. ഇനി നെക്ക് ഞാൻ ഒരു ലൈനിങ് പീസിലാണ് കേട്ടോ. ഇതേപോലെ തുണി 2ആയിട്ട് മടക്കിയിട്ടു. ക്യാൻവാസ് ഉള്ളവർക്ക് ക്യാൻവാസ് എടുക്കാം. ഇപ്പം ഞാൻ കട്ടിയുള്ളൊരു ബ്ലാക്ക് കളർ ക്ലോത്ത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. 3 ഇഞ്ച് വീതി. അതേപോലെ ഫ്രണ്ട് ഇറക്കം 5.5ആണ്. ഇതേപോലെ മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ചരിച്ചു ഒരു വൈഡ് നെക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. 1 ഇഞ്ചിന് ഇതേപോലൊരു വൈഡ് നെക്ക്. അത് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ തുണി അകലം അധികം വിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത്. സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അതിനെ ഒന്ന് പതിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പതിച്ചെടുത്തു. ഫ്രണ്ട് നെക്കാണ് ഇത്. ഇനി ബാക്ക് നെക്ക് നോക്കാം. തുണി അതേപോലെ 2ആയിട്ട്. ഇത് ആരും എനിക്ക് ബ്ലൗസ് ബിറ്റാണ് കേട്ടോ അത് അത്ര കട്ടി തോന്നിക്കുന്നത്. ഇത് 3 വീതി. അതേപോലെ ഇറക്കം 7, 7.5 കൊടുക്കുന്നുണ്ട് ഞാൻ. ഇച്ചിരി ഇറങ്ങിയിരുന്നോട്ടെ, കുഴപ്പമില്ല. അതും ജസ്റ്റ് വൈഡ് നെക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. അതും കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ക്യാൻവാസിൽ ചെയ്യാമെങ്കിൽ ക്യാൻവാസിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നല്ല കട്ടിയുള്ള ബ്ലാക്ക് ക്ലോത്ത് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അതിൽ ചെയ്തെടുത്തത്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെറ്റായി. ഇനി ഞാൻ നെക്ക് പ്ലേസ് ചെയ്ത് വെക്കുന്നത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് മുകളിൽ ഇരിക്കുന്നത്. പിന്നെ ലൈനിങ്, പിന്നെ നമ്മുടെ നെക്ക്.
എന്നിട്ട് കറക്റ്റ് സെൻറ്ററൊക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് പിന്നൊക്കെ കുത്തി കൊടുത്തത്. എന്നിട്ട് നെക്ക് നമ്മൾ വരച്ച് അതിലേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. എന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നെക്ക് അകത്തേക്ക് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമ്മൾ ആദ്യം ഇട്ട സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ ചെറിയ വെട്ടിയിട്ട് കൊടുക്കുവാണ് കേട്ടോ. ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വീതം. നല്ല വൈഡ് റൗണ്ട് നെക്ക് ആയതുകൊണ്ട് 1 ഇഞ്ച് ഗ്യാപ്പ് അതിൽ കൂടുതൽ കൊടുക്കണ്ട കേട്ടോ, 1 ഇഞ്ച് മതി. എന്നിട്ട് ലൈനിങ്ങിൻ്റെയും ആ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണേ. കറക്റ്റ് പതിച്ച് എന്നിട്ട് ആ ലൈനിങ്ങിനെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അതായത് ഇതേ രീതിയിൽ അകത്തേക്ക് വെച്ച് കൊടുത്താൽ അതിൻ്റെ പതിച്ച് നെക്കിൻ്റെ തുമ്പിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നെക്ക് അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഈ ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിൻ്റെ ഈ 3 സൈഡ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. ഇതാകുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് നെക്ക് കൂടെ ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ചെയ്യാൻ ഇതേ രീതിയിൽ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം, പിന്നെ ലൈനിങ് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ആയിരിക്കണം കേട്ടോ. നമ്മൾ സെൻറ്റർ കുതിച്ച് കൊടുത്തതിൻ്റെ സെൻറ്റർ തന്നെ ആയിരിക്കണം. പിന്നെ നെക്ക് ഇതേ രീതിയിൽ നമ്മൾ ഫ്രണ്ട് ചെയ്ത ഇതേ രീതിയിൽ ബാക്ക് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ജസ്റ്റ് അധികം സ്ലോപ്പൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. കറക്റ്റായിട്ട് നല്ല ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നല്ല ലോക്ക് ചെയ്തിട്ട് എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ 2-3 വട്ടം നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും നൂല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ആ തയ്യൽ തുമ്പിനെ ബാക്ക് സൈഡിലേക്ക് ഫേസ് ചെയ്ത് വെച്ച് ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണേ. അതേ രീതിയിൽ സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. കറക്റ്റായിരിക്കണം കേട്ടോ, സെൻറ്ററെല്ലാം അതേ രീതിയിൽ കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ 6ൽ 1 ആംഹോള്, പിന്നെ വേസ്റ്റ്. ഹിപ്പെന്ന് പറയുമ്പോൾ ഹിപ്പ് നമ്മൾ 19-ലല്ലേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരിക്കാം. ഇപ്പം നമുക്ക് കറക്റ്റ് 18-ൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതേപോലെ 18-ൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ മടക്കി അടിച്ച് വരുമ്പോഴത്തേനും കറക്റ്റ് നമുക്ക് 17 തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് ടോപ്പിൻ്റെ അടിഭാഗത്ത് ഞാൻ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാണേ. എന്നിട്ട് ബാക്ക് സൈഡിനെ കറക്റ്റ് വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. എന്നിട്ട് അവിടുത്തെ ലെങ്ത്ത് ഇപ്പോൾ 10ഓളം വരുന്നുണ്ട്. ഹുക്കും ഹോൾഡും കൊടുക്കാനായിട്ടോ ആണ് കേട്ടോ. പിന്നെ അത് 10ആണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടി 12-ൽ ഇതേപോലൊരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഹുക്ക് വെച്ച് കൊടുക്കാനാണ്. നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങും ഒന്ന് മടക്കി കൊടുക്കുക. അതേപോലെ എൻഡിങ്ങും ഇതേപോലെ അകത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ തുണിയുടെ മാത്രം സൈഡൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഹുക്ക് വെച്ച് കൊടുക്കാനുള്ളൊരു പടിയാണ് കേട്ടോ. ഇത് സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഹോൾഡ് ചെയ്യാനായിട്ടുള്ള തുണി അടിഭാഗത്താണ് കേട്ടോ വെക്കുന്നത്. അടിഭാഗത്ത് വെക്കുക. എന്നിട്ട് അകത്തേക്കൊന്ന് മടക്കുക. അതിൻ്റെ ഡെഡ് എൻഡും ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നൂർത്തിച്ച് ആ തുണിയുടെ സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അകത്തേക്ക് എൻ്റെ തുമ്പിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഹോൾഡ് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ഹോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ഹോള് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് ലോക്ക് ചെയ്തിട്ട് ഇതേപോലെ വി മോഡൽ നമ്മൾ ആ ഹോൾഡ് ഫില്ല് ചെയ്യുന്ന ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പറയും നമുക്ക് ബ്ലൗസിനൊക്കെ ആകുമ്പോൾ നമ്മൾ വരിഞ്ഞെടുക്കണമെന്ന്. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ ഹുക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ടോപ്പ് ലൂസ് ആണെങ്കിൽ ഹുക്ക് ഊരിപ്പാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം ബാക്ക് സൈഡിൽ ഹുക്ക് കൊടുക്കുന്നവർ നല്ല ടൈറ്റിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഊരിപ്പാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ ഇതേപോലെ ഞാൻ പിന്ന് കുത്തി വെച്ച് കറക്റ്റ് പിന്ന് കുത്തി വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ റീമാർക്ക് ചെയ്തെടുക്കുവാണേ. 6.5 വേസ്റ്റിൻ്റെ അവിടെ ഹിപ്പ്
അപ്പോൾ ചെസ്റ്റിൻ്റെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ 8.5, 6.45, 7. അപ്പോൾ കറക്റ്റ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക 2 വശത്തും. പിന്നെ ആം ഹോൾ 1 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ തുണി മടക്കി ഇടുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ മടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാൽ മൊത്തത്തിൽ മെഷർമെൻറ്റൊക്കെ മാറിപ്പോവും. എന്നിട്ട് നമ്മൾ വരച്ച അതിലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുവാണേ ഷേപ്പിന്. 2 വശത്തും ഇതേപോലെ ഷേപ്പിന് ഞാൻ സ്റ്റിച്ച് ഇട്ടെടുത്തു. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീവ് എടുത്തു. സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കാവേ. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലീവ് വലിച്ച് പിടിക്കാൻ പാടില്ല കേട്ടോ. തുണി ജസ്റ്റ് ലൂസായിട്ട് വിട്ടിട്ട് മാത്രമേ സ്ലീവ് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കാൻ പാടുള്ളൂ. വലിഞ്ഞു പോയാൽ നമ്മുടെ ഓവറോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നുള്ളൊരു ലുക്ക് ബോറായി പോകും കേട്ടോ. അപ്പോൾ മാക്സിമം സൂചി കുത്തി നിർത്തിയിട്ട് മാത്രം തുണി ഇതേപോലെ ജസ്റ്റ് ലൂസായിട്ട് വിട്ടു കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് തുണി തിരിച്ചിട്ടിട്ട് സ്ലീവിൻ്റെ അവിടുത്തെ അടിഭാഗത്തെ വണ്ണം 4.75 കേട്ടോ. അവിടെ നിന്ന് ഷോൾഡറിലോട്ട് ചെസ്റ്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എക്സ്ട്രാ തയ്യൽ തുമ്പ് എത്ര വേണോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതേ രീതിയിലെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. അതേപോലെ നൂലെല്ലാം കട്ട് ചെയ്യുക. സിമ്പിളായിട്ട് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ബാക്ക് സൈഡിൽ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഔട്ട്ലുക്ക് കണ്ടാലോ വായോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.